അല്പസമയത്തിനുള്ളിൽ ഒരു പെൺകുട്ടി വന്ന് അവരെ ഉള്ളിലെ വിസിറ്റിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് അവൾ തിരികെ പോയി. ഈ സമയം അത്രയും കാശിയുടെ ശ്രദ്ധ വൈഗയിൽ തന്നെയായിരുന്നു. അവൾ അതറിഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെയിരുന്നു. അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ അവർക്കരികിലേക്കെത്തി. VR ഗ്രൂപ്പിൻ്റെ CEO വിവേക് രഘുനാഥ്. വിവേകിനെ കണ്ടതും രണ്ടാളും എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അവരോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് വിവേകും ഇരുന്നു. സോ മിസ്റ്റർ കാശി, നിങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ട് വെച്ച് മുന്നോട്ട് തന്നെ പോകാം. ഞങ്ങൾക്ക് അതിൽ വേറെ ഒബ്ജെക്ഷൻസ് ഒന്നുമില്ല. സോ നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം. ഓ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സംസാരം കാശിയോടായിരുന്നെങ്കിലും വിവേകിൻ്റെ നോട്ടം വൈഗയിലായിരുന്നു. അവൾ അതൊന്നും അറിയുന്ന പോലുമില്ല. പക്ഷെ കാശി എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഉള്ളിൽ പൊന്തി വന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് വിവേകിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഫയൽ വൈഗയെ ഏൽപ്പിച്ചു. വൈഗ വിശ്വനാഥൻ. വൈഗയുടെ കഴുത്തിൽ കിടന്ന ID കാർഡിൽ നോക്കി വിവേക് പറഞ്ഞു. യെസ് സർ. നൈസ് നെയിം. താങ്ക് യു സർ. ഇതെല്ലാം കണ്ട് ദേഷ്യം കയറി നിൽക്കുകയാണ് കാശി. നാട്ടിലെവിടെയാണ്? എറണാകുളം. മറുപടി പറഞ്ഞത് കാശിയാണ്. അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത പോലെ വിവേക് കാശിയെ ഒന്ന് നോക്കി. സർ, ഷീ ഈസ് മൈ ഫിയാൻസി. വിവേകിൻ്റെ അനിഷ്ടം മനസ്സിലാക്കിയ കാശി പറഞ്ഞു. ഓ ഗുഡ്, കൺഗ്രാറ്റ്സ്. വിവേക് കാശിക്ക് നേരെ കൈനീട്ടി. വിവേകിൻ്റെ മുഖത്തെ നിരാശ കണ്ടതും കാശിയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. വിവേക് കാണാതെ വൈഗയെ നോക്കി കണ്ണുറുക്കി. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് വൈഗ. പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് കാശി അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. വണ്ടിയുടെ അടുത്തെത്തിയതും വൈഗ കാശിയുടെ കൈ തൻ്റെ കയ്യിൽ നിന്നും വേർപ്പെടുത്തി ദേഷ്യത്തോടെ കാശിയുടെ നേരെ തിരിഞ്ഞു. വാട്ട് ഇസ് യുവർ പ്രോബ്ലം മിസ്റ്റർ കാശിനാഥ്? എന്തൊക്കെയാണ് അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞത്? എൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഇതുവരെ നിനക്കറിയില്ലേ ആമി? നിന്റെ ഈ ആറ്റിറ്റ്യൂഡാണ് എൻ്റെ പ്രോബ്ലം. പിന്നെ ഞാൻ അകത്ത് വെച്ച് അവനോട് പറഞ്ഞത് സത്യമല്ലേ? അതിലെന്താണ് ആമി സത്യമല്ലാത്തത്? ഉണ്ടല്ലോ മിസ്റ്റർ കാശിനാഥ്, ഒരു തിരുത്തുണ്ട്. ആയിരുന്നു എന്നതല്ലേ സത്യം? ഇപ്പോൾ അല്ല. കാശിയെ നോക്കി പുച്ഛത്തോടെ വൈഗ പറഞ്ഞു. നിനക്കു മാത്രമാ അങ്ങനെ, എനിക്കിപ്പോഴും ഒരു മാറ്റവുമില്ല. അവൻ ദേഷ്യത്തോടെ കാറിൻ്റെ ഡോർ വലിച്ചു തുറന്ന് അകത്ത് കയറി. വൈഗയും ഒന്നും മിണ്ടാതെ ഡോർ തുറന്ന് കയറി. അവൾ കാശിയുടെ മുഖത്ത് നോക്കി. അവൻ്റെ മുഖത്ത് അപ്പോഴും ദേഷ്യം നിറഞ്ഞു നിന്നു. ഒന്നും മിണ്ടാതെ അവൻ വണ്ടിയെടുത്തു. അവളും ഒന്നും മിണ്ടാതെ സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചു. കാർ എവിടെയോ നിർത്തിയതറിഞ്ഞ് അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഡോറ് തുറന്ന് ഒരു ഐസ്ക്രീം ഷോപ്പിലേക്ക് പോകുന്ന കാശിയെയാണ് കണ്ടത്. കയ്യിൽ 2 ഐസ്ക്രീമുമായി കാശി തിരികെ വന്ന് വണ്ടിയിൽ കയറി. ഒരെണ്ണം അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു കൊടുത്തു. നോക്കിയപ്പോൾ അവളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു. അവൾ മുഖം തിരിച്ച് കാശിയെ നോക്കി. നിന്റെ ഇഷ്ടങ്ങൾ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല ആമി. ഒരു ചിരിയോടെ അവൻ പറഞ്ഞു. ഇപ്പോൾ അവൻ്റെ മുഖത്ത് ദേഷ്യമല്ല, ആ പതിവ് കുസൃതി ചിരിയാണ് വൈഗയ്ക്ക് കാണാൻ കഴിഞ്ഞത്. ദേഷ്യത്തോടെ അവനെയും കയ്യിലിരിക്കുന്ന ഐസ്ക്രീമിലേക്കും ഒന്ന് നോക്കി അവൾ സൈഡ് മിറർ തുറക്കാനൊരുങ്ങി. എന്നോടുള്ള ദേഷ്യം ആ ഐസ്ക്രീമിനോട് തീർക്കേണ്ട ആമി. എന്നോടുള്ള ദേഷ്യം എന്നോട് തന്നെ തീർത്തോ? അവൻ പറഞ്ഞതും വൈഗ ഒന്നും മിണ്ടാതെ തൻ്റെ കയ്യിലിരുന്ന ഐസ്ക്രീം പതിയെ കഴിക്കാൻ തുടങ്ങി. അത് കണ്ടതും കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവനും തൻ്റെ കയ്യിലിരുന്ന ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നു. ആമി, എനിക്ക്... അവൻ പറയാൻ തുടങ്ങിയതും വൈഗ കൈയെടുത്ത് വിലക്കി. വേണ്ട, ഞാൻ ഇത് കഴിച്ചതിൻ്റെ അർത്ഥം നിങ്ങളോട് ഞാൻ ക്ഷമിച്ചു എന്നല്ല. എനിക്കൊന്നും കേൾക്കണ്ട, ഒരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട. ഒന്നും അറിയാനും താല്പര്യമില്ല. എൻ്റെ മുന്നിൽ എന്നേ അടഞ്ഞ അധ്യായമാണ് കാശിനാഥൻ. ഇനി വീണ്ടും അത് തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വൈഗ കാശിയെ നോക്കി പറഞ്ഞു. ആമി, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് നീ. ഞാൻ ഇവിടെ ഇറങ്ങണോ അതോ നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടോ? അവളെ ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ കാശി വണ്ടിയെടുത്തു. അവരുടെ ഇടയിലെ മൗനം അസഹനീയമായി. അപ്പോൾ കാശി പതിയെ സ്റ്റീരിയോ ഓൺ ചെയ്തു. സ്റ്റീരിയോയിൽ നിന്ന് ഉയർന്ന പാട്ടിൻ്റെ വരികൾ കേട്ടതും പെയ്യാൻ വെമ്പി നിന്ന മേഘം പോലെ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരുന്നു. കാശി തട്ടി വിളിച്ചപ്പോഴാണ് വൈഗ ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. അവർ തിരികെ ഓഫീസിലെത്തിയിരുന്നു. വൈഗ ഡോറ് തുറന്ന് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ഉള്ളിലേക്ക് പോയി. ഒരു നെടുവീർപ്പോടെ അവൾ പോകുന്നതും നോക്കി കാശി നിന്നു. വൈഗ തിരികെ ചെല്ലുമ്പോൾ കാര്യമായ ഡിസ്കഷനിലാണ് നന്ദുവും മീനുവും. ഹാ, നീ വന്നോ? അല്ല, രണ്ടാളും കാര്യമായെന്തോ ചർച്ചയിലായിരുന്നല്ലോ. വർക്കെല്ലാം കഴിഞ്ഞിട്ടാണോ ഈ കത്തിയടി? ഹാ, വർക്കെല്ലാം കഴിഞ്ഞു മോളെ. അതൊക്കെ ഞങ്ങൾ സെറ്റാക്കി. ഞങ്ങൾ നമ്മുടെ സൺഡേ പ്ലാൻ ഡിസ്കസ് ചെയ്യുമായിരുന്നു. സൺഡേ പ്ലാനോ? ഇവൾ എന്തുവാ മീനു ഈ പറയുന്നേ? അതോ ഈ സൺഡേ പുറത്തു പോകുന്ന കാര്യമാണ്. മോള് മറന്നോ ഹൈദരാബാദി ബിരിയാണി നിന്റെ ചിലവ്? എൻ്റെ പൊന്നോ, ഇല്ല, ഞാൻ മറന്നില്ല. എന്തായാലും സൺഡേ നമ്മൾ പോവും. അപ്പോൾ പിന്നെ അല്ലറ ചില്ലറ കറക്കം കൂടെ നടത്താം.
അല്ല, പൊന്നുമോള് കാണാത്ത ഏത് പ്ലേസാണ് ഈ ഹൈദരാബാദിലുള്ളത്? കറക്കൊരു ഹോബിയല്ലേ നിനക്ക്? നിനക്കറിയോ വൈക, വന്ന കാലം തൊട്ട് ഇവൾ ഇവിടുത്തെ പോവാത്ത സ്ഥലങ്ങൾ ചുരുക്കമാ. ഇവളുടെ കൂടെ ഞാനും കൂടി. അതൊക്കെ ശരിയാ, എന്നാലും എല്ലാവരും കൂടെ പോകുമ്പോൾ രസമല്ലേ? ആ മതി മതി, എന്തായാലും സൺഡേ അല്ലേ, അപ്പോൾ തീരുമാനിക്കാം. നമുക്ക് പൊളിക്കാന്നേ. ചോദിക്കാൻ മറന്നു, എങ്ങനെ ഉണ്ടായിരുന്നു കാശ് സാറിൻ്റെ കൂടെ പോയിട്ട്? അതിന് ഞാൻ അങ്ങേരുടെ കൂടെ ട്രിപ്പിനൊന്നുമല്ലല്ലോ, ഒരു മീറ്റിങ്ങിനല്ലേ പോയത്. അവളുടെ ഒരു ചോദ്യം. ഓ ബെസ്റ്റ്. നിനക്കിതുവരെ അങ്ങേരുള്ള ദേഷ്യം മാറിയില്ലേ? ഒന്ന് വഴക്ക് പറഞ്ഞെന്ന് കരുതിയാണോ ഇത്ര ദേഷ്യം? അങ്ങനെയാണേ ഞാനൊക്കെ ആ കിരൺ സാറിനൊക്കെ ദേഷ്യം മൂത്ത് കൊല്ലേണ്ട ടൈം കഴിഞ്ഞു. അമ്മാതിരി ചീത്തവിളിയല്ലേ കേട്ടിട്ടുള്ളത്. നന്ദുവിൻ്റെ സംസാരം കേട്ടതും വൈകയ്ക്കും മീനുവിന് ചിരി വന്നു. ആ രണ്ടും ചിരിച്ചോ, ഞാൻ കാര്യമാണ് പറഞ്ഞേ. നിനക്കും നല്ലോണം കിട്ടിയിട്ടില്ലേ മീനു? മീനു ഉണ്ടെന്ന് തലയാട്ടി. വീണ്ടും കളിയും ചിരിയുമായി വൈകയുടെ മൂഡൊക്കെ ഓക്കെയാക്കി. അല്ലെങ്കിലും ഇവരുടെ കൂടെ കൂടിയാൽ തൻ്റെ എല്ലാ വിഷമങ്ങളും മറക്കുമെന്ന് വൈകയ്ക്കറിയാം. അത്യാവശ്യം ഫേമസ് ആയ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് അവർ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വന്നത്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഫുഡിന് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഡി അങ്ങോട്ടേക്ക് നോക്കിയേ. നന്ദു പറഞ്ഞതും വൈകയും മീനുവും മുഖമുയർത്തി നോക്കി. കാശിയും കിരണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നതാണ് അവർ കണ്ടത്. അവരെ കണ്ടതും രണ്ടുപേരും അവരുടെ അടുത്തേക്ക് ചെന്നു. ഹാ, സൺഡേ ആയിട്ട് മൂന്നാളും കൂടെ കറങ്ങാനിറങ്ങിയതാണോ? വെറുതെ നല്ലൊരു സൺഡേ ആയിട്ട് ഫ്ലാറ്റിലിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി ഇറങ്ങിയതാണ് ഞങ്ങൾ 3 പേരും, മീനു പറഞ്ഞു. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെയാണല്ലേ? എനിവേ ഞങ്ങൾക്കൊരു കമ്പനി ആയല്ലോ. റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്ക് കാരണം വേറെ ടേബിളൊന്നും ഫ്രീ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാശിയും കിരണും അവരുടെ ഒപ്പം തന്നെയായിരുന്നു. വൈകയുടെ എതിർവശത്തുള്ള സീറ്റിലാണ് ഇരുന്നത്. വൈക ഇതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരിപ്പാണ്. അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഫുഡ് എത്തി. കിരൺ മീനുവിനോടും നന്ദുവിനോടും തകർത്ത് സംസാരമാണ്. ഇതുവരെ കാണാത്ത ഒരു കിരണിനെ കണ്ടതിൻ്റെ അത്ഭുതമാണ് നന്ദുവിനും മീനുവിനും. വൈകാണെ എങ്ങനെയെങ്കിലും ഇവിടുന്നൊന്ന് പോയാൽ മതിയെന്ന അവസ്ഥയിലായിരുന്നു. ഫുഡ് കഴിച്ച് ബില്ല് കൊണ്ടുവന്നപ്പോൾ വൈക അത് എടുക്കാൻ തുടങ്ങിയതും കാശി അത് എടുത്തിരുന്നു. ഇന്ന് എൻ്റെ വക ചിലവ്, എല്ലാവരോടുമായി കാശി പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് നന്ദുവും മീനുവും ഒപ്പം ഉള്ളതുകൊണ്ടും വൈക രൂക്ഷമായി അവനെ ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു. അല്ല, ഇനി എന്താ നിങ്ങളുടെ പ്ലാന്? റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങിയതും കിരൺ അവരോടായി ചോദിച്ചു. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, എവിടെയെങ്കിലും ഒന്ന് കറങ്ങി തിരിഞ്ഞു പോകണം, അത്ര തന്നെ. മീനുവാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും ബീച്ചിൽ പോകാൻ പ്ലാനുണ്ട്, വേണേ നിങ്ങളും കൂടിക്കോ, അല്ലേ കാശി? അതെ, ഞങ്ങൾ എപ്പോഴേ റെഡി. കേൾക്കേണ്ട താമസം നന്ദു ഓക്കെ പറഞ്ഞു. മീനുവിനും എതിർപ്പൊന്നുമില്ല. ഇനി താനായിട്ട് എതിർത്തിട്ട് കാര്യമില്ല എന്ന് വൈകയ്ക്ക് മനസ്സിലായതുകൊണ്ട് വൈകയും സമ്മതിച്ചു. അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് വേണം പറയാൻ. അവിടുന്ന് നേരെ അവർ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിലെത്തിയതും നന്ദുവും മീനുവും കിരണും കൂടെ കടലിലിറങ്ങി. മീനുവും നന്ദുവും വളരെയധികം സന്തോഷത്തിലായിരുന്നു. അവരുടെ സന്തോഷം കണ്ടതും വൈകയും എല്ലാം മറന്നു. വൈക നീയും വാ. ഇല്ല നന്ദു, ഞാൻ ഇറങ്ങുന്നില്ല, പ്ലീസ്, ഞാൻ ഇവിടെ നിന്നോളാം. അവരുടെ കളിയും ചിരിയും കണ്ട് അല്പം മാറി നിൽക്കുവാണ് വൈക. അവൾക്കരികിലേക്ക് കാശിയുടെ സാമീപ്യം അറിഞ്ഞതും വൈക മുഖം ഉയർത്തി നോക്കി. അവനെ കണ്ടതും അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ നിന്നു. പെട്ടെന്ന് ബാലൻസ് തെറ്റി വീഴാൻ പോകവേ അവൻ്റെ കൈകൾ അവളെ വീഴാതെ താങ്ങിയിരുന്നു. 2 പേരുടെയും മിഴികൾ ഉടക്കി. അല്പസമയം അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ അവനിൽ നിന്നും അടർന്നു മാറി. അവിടുന്ന് മാറി ഒഴിഞ്ഞൊരിടത്ത് വന്ന് മീനുവിനെയും നന്ദുവിനെയും നോക്കി അവൾ ഇരുന്നു. കാശിയും അവൾക്കരികിൽ വന്നിരുന്നു. ആമി. കാശി പതിയെ അവളുടെ അരികിൽ വന്ന് വിളിച്ചു. അവൻ എന്തോ പറയാൻ തുടങ്ങവേ കിരൺ നന്ദുവിനെയും മീനുവിനെയും കൂട്ടി അവർക്കരികിലെത്തി. എല്ലാവരും കൂടി അടുത്ത് കണ്ട കടയിൽ നിന്ന് ജ്യൂസ് കുടിക്കാനായി ചെന്നു. ചേട്ടാ, 5 പൈനാപ്പിൾ ജ്യൂസ്, കിരൺ കടയിലെ ആളോട് പറഞ്ഞു. കിരൺ വൈകയ്ക്ക് പൈനാപ്പിൾ അലർജിയാണ്, അവൾക്ക് ഓറഞ്ച് ജ്യൂസ് പറ. കാശി പറഞ്ഞു കഴിഞ്ഞാണ് അബദ്ധം പറ്റിയത് ഓർത്തത്. അവൻ മീനുവിനെയും നന്ദുവിൻ്റെയും മുഖത്ത് നോക്കിയപ്പോൾ രണ്ടും വായി പൊളിച്ച് നിൽപ്പാണ്. വൈകയാണെ കാശിയെ കൊല്ലാനുള്ള ദേഷ്യത്തിലുമാണ്. അത് പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മീറ്റിങ്ങിന് പോയപ്പോൾ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് തന്നിരുന്നു. അപ്പോൾ വൈക പറഞ്ഞിരുന്നു അവൾക്ക് പൈനാപ്പിൾ അലർജിയാണെന്ന്. പിന്നെ ഇന്ന് ഫുഡ് കഴിച്ചപ്പോഴും ഓറഞ്ച് ജ്യൂസല്ലേ അവൾ ഓർഡർ ചെയ്തത്. കാശി പറഞ്ഞതും അവരുടെ മുഖത്തുണ്ടായിരുന്ന ഞെട്ടൽ മാറി പകരം പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ടപ്പോൾ വൈകയ്ക്കും സമാധാനമായി. ജ്യൂസ് കുടിച്ച് തിരികെ അവർ പഴയ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. കാശി സാറിൻ്റെ ഫാമിലിയെ പറ്റിയൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എവിടെ നാട്? സാറ് മാരീഡാണോ? കാശിയെ നോക്കി നന്ദു ചോദിച്ചു. നാട്ടിൽ എറണാകുളമാണ് എൻ്റെ വീട്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റ മോനാ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ബട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. വൈകിയെ നോക്കി കള്ളച്ചിരിയോടെ വിരലിലെ മോതിരം കാണിച്ചുകൊണ്ട് കാശി പറഞ്ഞു.
അപ്പോഴാണ് അവൻ്റെ വിരലിലെ മോതിരം വൈഗ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് അവൾ മുഖം തിരിച്ച് കടലിലേക്ക് നോക്കിയിരുന്നു. അപ്പോൾ സാറിൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ? ആട്ടെ, എന്താ ആളുടെ പേര്? ആമി. വൈഗയെ നോക്കി കാശി പറഞ്ഞു. എല്ലാം കേട്ട് ഒരുതരം നിർവികാരതയോടെ ദൂരെ കടലിലേക്ക് നോക്കിയിരിക്കുവാണ് അവൾ. പ്രണയവിവാഹമാണോ സാർ? അതെ. തൽക്കാലം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കരുത്. സമയമാകുമ്പോൾ എല്ലാം പറയാം. എന്തായാലും ഓഫീസിലെ പലർക്കും ഇതറിയുമ്പോൾ നിരാശ ആയിരിക്കുമല്ലോ കാശി സാറേ. അതെന്താ നന്ദന? കിരൺ നന്ദനെ നോക്കി ചോദിച്ചു. കിരൺ സാറിന് അതറിയില്ലേ? കാശി സാറിന് കുറേ ഫാൻസ് ഉണ്ട് നമ്മുടെ ഓഫീസിൽ. ചിരിയോടെ കാശിയെ നോക്കി നന്ദു പറഞ്ഞു. ഓ, ഇവന് മാത്രമേ ഫാൻസ് ഉള്ളോ? സിംഗിൾ ആയിട്ടുള്ള മറ്റു ചിലരുണ്ട്. മീനുവിനെ നോക്കി കള്ളച്ചിരിയോടെ കിരൺ പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ഒരു കൂട്ടച്ചിരിയായി. അപ്പോഴും വൈഗ മാത്രം വേറെ ഏതോ ലോകത്തായിരുന്നു. നാളത്തെ നറുപുലരിക്കായി സിന്ദൂരവർണ്ണം കടലിൽ ചാലിച്ച് സൂര്യനും പതിയെ വിടവാങ്ങവേ അവരും പതിയെ അവിടെ നിന്നും തിരികെ നടന്നു. ഇപ്പോഴും ഇന്ന് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് മീനുവിനും നന്ദുവിനും തോന്നിയിരുന്നത്. വന്നപ്പോൾ മുതൽ രണ്ടു പേർക്കും പറയാൻ ഇന്നത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യമായും എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഈ കിരൺ സാറ് ഇത്ര പാവമായിരുന്നു. നമ്മൾ വന്നിട്ട് ഇത്ര കാലമായിട്ടും സാറിൻ്റെ ഇങ്ങനെയൊരു മുഖം ഞാൻ ഇപ്പോഴാ കാണുന്നേ. കാശി സാറ് പിന്നെ വന്നതല്ലേ ഉള്ളൂ. സാറും എന്ത് കൂളാണല്ലേ. അതെ മീനു, ഞാനും അത് തന്നെയാ ഓർത്തേ. സത്യം പറഞ്ഞ ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. നാളെ ഓഫീസിൽ ചെന്ന് എല്ലാത്തിനോടും ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതെ, ശരിക്കും ഒരു കിടിലൻ ദിവസമായിരുന്നു. കാശി സാറിൻ്റെ ആമി എന്തായാലും ഒരുപാട് ലക്കിയായിരിക്കും. ഇന്ന് കണ്ടില്ലേ, ഇവരുടെ അലർജിയുടെ കാര്യം വരെ ഓർത്തു. അപ്പോൾ പിന്നെ ആമിയുടെ കാര്യത്തിൽ എന്ത് കെയറിങ് ആയിരിക്കും അല്ലേ? അത് സത്യമാ. കിരൺ സാറും അങ്ങനെ തന്നെ. നീ എന്ത് വൈക ഒന്നും പറയാത്തേ? നിങ്ങൾ പറയുവല്ലേ, ഞാൻ കേൾക്കുമായിരുന്നു. എന്തായാലും രണ്ടാളും ഹാപ്പിയാണല്ലോ, എനിക്കത് മതി. ഒരുപാട് അല്ലേ മീനു? അതെ. ശരി ശരി, രണ്ടും കൂടി ഇവിടെ ഇരുന്ന് കത്തിയടി. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാതെ എഴുന്നേറ്റു. റൂമിൽ ചെന്നതും അവൾ തൻ്റെ ഹാൻഡ് ബാഗ് തുറന്ന് അതിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ബോക്സ് എടുത്തു. അത് തുറന്നതും ചെറിയ വെള്ളക്കല്ല് പതിപ്പിച്ച ഡയമണ്ട് റിങ് അവൾ കയ്യിലെടുത്തു. അതിലേക്ക് നോക്കിയിരിക്കവേ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. റിങ് ബോക്സിൽ വെച്ച് അത് തിരികെ ബാഗിൽ തന്നെ വെച്ചു. അപ്പോഴും അവളുടെ മിഴികൾ തോരാ മഴ പോലെ പെയ്തുകൊണ്ടിരുന്നു.